അത്യാവശ്യം ബ്യൂട്ടി വ്ലോഗൊക്കെ കാണുന്ന ഒരാളാണ് ഞാൻ. പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പം എപ്പോഴും എല്ലാവരും ഫേമസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ് സെറ്റിൻസ് പൗഡർ, കോമ്പാക്ട് പൗഡറും കാര്യങ്ങളും ഒക്കെ. നോർമൽ ലൂസ് പൗഡർ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ബ്രാൻഡിൻ്റെ നമുക്ക് താങ്ങാവുന്ന വിലയിലുള്ള ഒരു സാധനമാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. മാർസിൻ്റെയാണ് പ്രോഡക്റ്റ്. എനിക്ക് തോന്നുന്നു എനിക്കത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടുമ്പോൾ 280 സംതിങ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരുന്നത്. പ്രോഡക്റ്റ് വളരെ കുറവാണ് സത്യത്തിൽ. ഇതിൻ്റെ കൂടെ ഒരു സ്പഞ്ച് കിട്ടുന്നുണ്ട്, മേക്കപ്പ്, അതായത് ആ പൗഡർ വെക്കാനുള്ള സ്പഞ്ചാണ് പകുതി സ്ഥലം, ബാക്കിയുള്ളതാണ് കുറച്ച് പൗഡർ ഉള്ളത്. അപ്പം ഞാൻ വലിയ കാര്യമായിട്ട് നോർമൽ പൗഡേഴ്സ് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. കുറച്ചുകൂടെ ഈ സെറ്റിൻസ് പൗഡറൊക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ പാർട്ടിക്കിൾസൊക്കെ വളരെ ചെറുതായിരിക്കുമെന്നും കുറച്ചുകൂടി അടിപൊളിയായിട്ട് മറ്റേ സെറ്റായിട്ടിരിക്കും എന്നൊക്കെ ഉള്ള ഡയലോഗ് കേട്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് അതത്ര സംഭവം വർക്കിംഗ് ആയിട്ട് വലിയ തോന്നിയൊന്നുമില്ല കേട്ടോ. വലിയ ഫൈൻ പൗഡേഴ്സായിട്ടും തോന്നുന്നില്ല. പിന്നെ അത് തന്നെയല്ല, നമുക്കൊരു സെറ്റിൻസ് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു കവറേജോ വലിയ സംഭവമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു നമ്മുടെ സ്പഞ്ച് കിട്ടുന്നുണ്ട് പൗഡർ സെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ ട്രേ ആണ് ആ ഒരു ഇത് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, അതെടുത്തിട്ടാണ് ഞാൻ നോക്കിയത്. സംഭവം വലിയ വൈറ്റ് കാസ്റ്റൊന്നും തരുന്നുമില്ല. അത് തന്നെയാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് സംഭവം ഡള്ളാവുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു പ്ലാസ്റ്റിക് ട്രേയുടെ പുറത്ത് നമുക്ക് ഹോളിടാനായിട്ട് സംഭവം കൊടുത്തിട്ടുണ്ട്, നോർമൽ ലൂസ് പൗഡർ പോലെ. ഞാൻ പക്ഷേ അത് ഹോളിട്ട് നോക്കിയിട്ട് സ്പഞ്ചിലേക്ക് പൗഡർ വരുന്നൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ആ ഹോൾസൊക്കെ ഒന്ന് പിന്നെ വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കുവാണെങ്കിൽ, കാരണം ഇത് പെട്ടെന്ന് ഈ പൗഡർ ഇങ്ങനെയൊരു പാക്കേജിങ് ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് കൈ തട്ടിയാൽ തന്നെ ഇത് താഴോട്ട് പോകാനും ഒരുപാട് നഷ്ടപ്പെട്ടു പോകാനും സാധ്യതയുള്ള സംഭവമായിട്ട് ഞാനവിടെ ഹോളിട്ട് നോക്കി. ആ രീതി യൂസ് ആക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല. 250 രൂപയ്ക്ക് ഉള്ള സാധനവും ഇല്ല. പിന്നെ അതുതന്നെയല്ല, നമുക്കിങ്ങനെ ഇടുമ്പോൾ ഒരു വൈറ്റ് ഫിനിഷ് ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഈ സാധനം ഞാൻ യൂസ് ചെയ്തിട്ട് ഡള്ളാക്കുകയാണ് ചെയ്തത്. ഓരോ സ്കിൻ ടൈപ്പിനും ഇനി വ്യത്യാസങ്ങളുണ്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് ഈ ബ്യൂട്ടി പ്രോഡക്റ്റ്സൊക്കെ പരിചയപ്പെടുത്തുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ ഒക്കെ സംഭവം അവർ ഭയങ്കര ഹൈപ്പ് പറയുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് വലിയ ഉപയോഗം ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. 250 രൂപയ്ക്ക് ഒരു പൗഡർ മേടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്കൊക്കെ ഇച്ചിരി താങ്ങാൻ പറ്റാവുന്ന സംഭവം അല്ല. അപ്പം ഞാനിതിനെ വലിയ കാര്യമായിട്ട്